ഈ വാഹനം രജിസ്റ്റർ ചെയ്തപ്പോൾ മുതലുള്ള രേഖകൾ ഇവർ ഹാജരാക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ വാഹനം വിട്ടുകൊടുക്കൂ. അല്ലാത്ത പക്ഷം പിഴ ഒടുക്കി വാഹനം കൊണ്ടുപോകാനാകില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റംസ് കമ്മീഷണർ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ദുൽഖർ സൽമാൻ അടക്കമുള്ളവർ, അമിത് ചക്കാലക്കൽ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഈ മുഴുവൻ രേഖകളുമായി ഹാജരാകേണ്ടി വരും. ഹാജരായാൽ മാത്രമേ ഇവർ വാഹനങ്ങൾ കൊണ്ടുപോകാനാകൂ. പ്രത്യേകിച്ച് ദുൽഖറിന്റെയും അമിതിന്റെയൊക്കെ വളരെ പഴയ വിന്റേജ് മോഡൽ വാഹനങ്ങളാണ്. ഈ വാഹനങ്ങൾ റഷ്യൻ എംബസിയുടെ അടക്കം വാഹനങ്ങളാണ് അമിത് ചക്കാലക്കന്റെ നിലവിലുള്ളത്. അപ്പോൾ അമിത് ചക്കാലക്കൽ അതിന്റെ 6ാമത്തെ ഓണറാണെന്നാണ് പറയുന്നത്. ഇതിന് മുൻപ് 5 ഓണർമാരുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് ഗോവയിൽ നിന്നാണ് അമിത് ഈ വാഹനം വാങ്ങിയത്. അപ്പോൾ ഈ വാഹനങ്ങളുടെ മുഴുവൻ രേഖകളും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി കസ്റ്റംസിന് മുമ്പിൽ ഹാജരാക്കേണ്ടി വരുമെന്നൊരു പ്രശ്നം കൂടിയുണ്ടെങ്കിൽ മാത്രമേ ഇവർ വാഹനങ്ങൾ തിരികെ ലഭിക്കൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടെ ഈ കസ്റ്റംസ് കമ്മീഷണർക്ക് അപ്രതീക്ഷിതമായി വന്ന ഒരു ഫോൺ കോളാണ്. അദ്ദേഹം വിശദമായി തന്നെ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെയാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ഫോൺ കോൾ വരുന്നത്. പെട്ടെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നിർത്തി ഫോൺ കോളിന് മറുപടി നൽകുകയും പിന്നീട് പത്രസമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയായിരുന്നു. ഈ ഫോൺ കോളിലൂടെ അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹത്തെ വിളിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിനിടെ ഈ ഫോൺ കോൾ വന്നപ്പോൾ തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും നൽകുന്നില്ല, ചെറിയ അന്വേഷണ വിവരങ്ങൾ മാത്രമാണ് നൽകുന്നതെന്നൊക്കെ അദ്ദേഹം ഫോണിൽ കൂടി പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചില അടിസ്ഥാനരഹിതമായ വിവരങ്ങൾ അല്ലെങ്കിൽ യാതൊരു അന്വേഷണവും നടത്താതെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതിന് കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അപ്പോഴും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പഴുതി വിട്ടുക പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ വാഹനങ്ങൾ കൂട്ടായിൽ നിന്നും മറ്റും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ വലിയ സ്വർണവും മയക്കുമരുന്നുകളൊക്കെ കടത്തിയിട്ടുണ്ട് എന്നവർ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കടത്തുന്നുണ്ട് എന്ന സംശയമുണ്ട്. തീവ്രവാദ ബന്ധമുണ്ടോ എന്ന കാര്യം സംശയിക്കുന്നുണ്ട്. NIA അടക്കം കേസ് കൈമാറുമെന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ കസ്റ്റംസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ വാഹനങ്ങളിലൂടെ സ്വർണമോ മയക്കുമരുന്നോ കടത്തിക്കൊണ്ടുവന്നതായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ ബന്ധത്തിന് ഈ വാഹനങ്ങൾ ഉപയോഗിച്ചതായോ ഒന്നും തന്നെ കസ്റ്റംസിന് നിലവിൽ കണ്ടെത്താനായിട്ടില്ല. അപ്പോഴും അങ്ങനെ ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ അദ്ദേഹത്തെ ഇത്തരത്തിൽ മൊബൈലിൽ വിളിച്ച് വാർത്താ സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകേണ്ടതില്ല എന്നൊരു കാര്യം ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഏതായാലും തൽക്കാലം മാധ്യമങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകണ്ട എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഏതായാലും കൂടുതൽ അന്വേഷണവുമായി കസ്റ്റംസ് മുന്നോട്ട് പോകും. കാരണം കൂടുതൽ വാഹനങ്ങൾ അതാണ് നിതിൻ, അതായത് ഇനിയും വാഹനങ്ങൾ പിടിച്ചെടുക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതേ രീതിയിൽ നമ്മൾ ഇന്നലെയൊക്കെ കണ്ട രീതിയിലുള്ള അന്വേഷണങ്ങളുമായി തന്നെയായിരിക്കുമോ ഇനി കസ്റ്റംസ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനൊക്കെ ഒരു വിലക്കുണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇനിയിപ്പോൾ അത്തരം ഓപ്പറേഷനുകൾ ഇന്ന് നടക്കുമോ എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ നിതിൻ നിലവിൽ? നിലവിൽ ഇന്നലെ നടത്തിയ പോലെ ഒരു റെയ്ഡ് കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നൊരു അറിയിപ്പ് നിലവിൽ ലഭിച്ചിട്ടില്ല. മാത്രമല്ല മാധ്യമങ്ങളോട് കൂടുതൽ അന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കേണ്ട എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രത്യേകിച്ച് ഇന്നലെ ഇത്തരത്തിൽ വാർത്താ സമ്മേളനം കൈവിട്ടുപോയി അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പോയതിൽ വലിയ അമർഷം ഉന്നത ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇനിയിപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കേണ്ടതാണ് എല്ലാ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോടും നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൂടുതൽ വാഹനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ഇന്നലെ തന്നെ ഇത് വലിയ വാർത്തയാകാനുള്ള കാരണം ഈ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നൊക്കെ പേരുകളാണ്. കാരണം ഇത് ഇവരാരും തന്നെ ഇത്തരത്തിൽ അറിഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നതായി കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥർ പോലും വിചാരിക്കുന്നില്ല. കാരണം ഇത് പലർ കൈമറിഞ്ഞു വന്ന വാഹനങ്ങളാണ്. ഇവർ പലരും ഇത് അവരുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ സിനിമയുടെ ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് വാങ്ങിയതാണ്. അമിത് ചക്കാലക്കൽ വാങ്ങിയിരിക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഓഫ് റോഡ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ അവർ തട്ടിപ്പ് അല്ലെങ്കിൽ ഇവർക്ക് തട്ടിപ്പിന് കൂട്ടുനിൽക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. പക്ഷേ എപ്പോഴും ഇത് വലിയ വാർത്തയാകാനുള്ള കാരണം ഈ 3 പേരുകളായിരുന്നു. അല്ലെങ്കിൽ സാധാരണ പോലെ നടന്നു പോകേണ്ട ഒരു റെയ്ഡും ചില വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്ന് വാർത്തയുമൊക്കെ മാറേണ്ട ഒരു വാർത്ത, അത് ഈ താരങ്ങളുടെ പേര് വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ വാർത്തയാകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടാതിരിക്കാനുള്ള ഒരു ശ്രമം കസ്റ്റംസ് തീർച്ചയായും ഇതിൽ നടത്താനുള്ള ഒരു